ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ് ഫോർ സിഗ്നൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഈ ചാനലിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. സ്ട്രെറ്റ് ഫോർ സിഗ്നലിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ, ഈ പ്ലാറ്റ്ഫോം ഗ്രോ ചെയ്യട്ടെ, നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും പുതിയ വീഡിയോസ് ഡ്രോപ്പ് ഇൻ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഞാനിപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ, ചിലപ്പോൾ അത് ചെയ്യുന്നത് വളരെ ഏർലി ആയിരിക്കാം, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. കാരണം അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് വിട്ട് കളഞ്ഞു. പക്ഷേ ഇത് കുറച്ച് മൾട്ടിപ്പിൾ സംഭവങ്ങളാണ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് എനിക്ക് തോന്നിയത്. സോ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും. സോ ഇത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ടേക്ക് എന്താണ്, ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ടേക്ക് എന്താണ് എന്നുള്ളത് എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഈ ഒരു ഫാക്ട്സ്, അതായത് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കാണുന്ന ഒരു ഫാക്ട്സ് നിങ്ങളിൽ പലരും ചിലപ്പോൾ കണ്ടു കാണും, എനിക്കറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും. സോ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ. കണ്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ആഡ് ചെയ്യാം. അതിൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വെർജിൽ വാൻ ഡൈക്ക് ആണ് ഇതുവരെയുള്ള പ്രീമിയർ ലീഗ് ഗെയിംസിലൊക്കെ ഹയസ്റ്റ് ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുള്ള വെർജിൽ വാൻ ഡൈക്ക് ആണ്. 17 പ്രാവശ്യം വെർജിൽ വാൻ ഡൈക്ക് ഈ സീസണിൽ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തിട്ടുണ്ട്. തേർഡ് നിൽക്കുന്നത് ബെറ്റോ ആണ്, എവർട്ടന്റെ. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എല്ലാവരും ഭയങ്കര ഫിസിക്കാലിറ്റി ഉള്ളവരാണ്, അതിന്റെ കൂടെ തന്നെ ടെക്നിക്കൽ എബിലിറ്റി വേണം, എല്ലാം വേണം. ഭയങ്കര കോമ്പറ്റീവ് ലീഗാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഈ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തതിൽ ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏത് ലീഗിലായാലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി പ്രീമിയർ ലീഗിൽ ഭയങ്കര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. ഫസ്റ്റ് നിൽക്കുന്നത് വാൻഡൈക്കും, തേർഡ് നിൽക്കുന്നത് ബെറ്റോ ആണ്. സോ വാൻഡൈക്ക് 17 പ്രാവശ്യം വിൻ ചെയ്തു, ബെറ്റോ 14 പ്രാവശ്യം വിൻ ചെയ്തു, 1-4. ഇതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താ അറിയോ? സെക്കൻഡ് നിൽക്കുന്നത് മത്തേസ് ഡിലിറ്റ് ആണ്, നമ്മുടെ പ്ലെയർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻഡർ ആയിട്ടുള്ള മത്തേസ് ഡിലിറ്റ് ആണ് സെക്കൻഡില്. അതിനും വലിയൊരു എന്താ പറയാ, നല്ലൊരു ഇൻഫർമേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വെർജിൽ വാൻ ഡൈക്ക് 17 പ്രാവശ്യം 17 ടൈംസ് ഹി വൺ ദ ഏരിയൽ ഡ്യുവൽസ്. അതേ 17 ടൈംസ് മത്തേസ് ഡിലിറ്റ് വൺ ദ ഏരിയൽ ഡ്യുവൽസ്. അപ്പോ അത് പ്ലെയർ ആയിട്ട് പറഞ്ഞാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ഹൈ സിഗ്നിഫിക്കൻസ് നമ്മുടെ ഈ പ്രീമിയർ ലീഗിൽ. ഇനി ഈ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി, എൻ്റെ അഭിപ്രായമാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഈ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യുമ്പോൾ നമ്മൾ ബോൾ വരുമ്പോൾ തന്നെ നമുക്ക് ഏരിയൽസ് വിൻ ചെയ്യാൻ പറ്റും. അതായത് ഡ്രോപ്പ് ചെയ്യാതെ സെക്കൻഡ് ബൗൺസ് ഒന്നും വരാതെ നമുക്ക് ഇപ്പോൾ ഗോൾ കീപ്പർ അടിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയർ ലോ പാസ് കൊടുക്കുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കളയുന്നത്. അതൊന്ന്. 2 സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ബോൾസ് പറഞ്ഞാൽ ചിലപ്പോൾ ഗ്രൗണ്ടിലായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ഏരിയൽ ഡ്യുവൽസ് ആയിരിക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ബോൾ വിൻ റേറ്റിൽ ഇതുവരെ പ്രീമിയർ ലീഗ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ 3 കളി കഴിഞ്ഞു അല്ലെ, 3 കളിയിലും ഈ പ്രീമിയർ ലീഗിൽ സെക്കൻഡ് ബോൾ വിൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് ഫസ്റ്റ്. അതായത് സെക്കൻഡ് ബോൾ വിൻ റേറ്റിന്റെ റേഷ്യോ ടോപ്പ് ഈസ് 68%, ദ ലോവസ്റ്റ് ഇസ് 37%. 37% നിൽക്കുന്നത് ക്രിസ്റ്റൽ പാലസ് ആണ്. 68%, അതായത് ഏറ്റവും ടോപ്പ് 68% നിൽക്കുന്നത് നമ്മളാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ബോൾസ് വിൻ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബ്രൈറ്റൺ ആണ്, തേർഡ് വോൾസ് ഒക്കെയാണ്. ഇതിൽ ഫസ്റ്റ് നിൽക്കുന്ന ലിവർപൂൾ 53 ഉള്ളൂ, നമ്മൾ 68 ആണ്. ഇനി വരാൻ പോകുന്നതാണ് എൻ്റെ കണ്ണിൽ പെട്ട ഏറ്റവും വലിയ ഒരു മാസീവ് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പ്രീമിയർ ലീഗ് 2025-2026. അപ്പൊ ഞാൻ കണ്ട ഗ്രാഫിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ചെക്ക് ചെയ്തു. അപ്പൊ കുറെ അക്കൗണ്ട്സും കുറെ കാര്യങ്ങളൊക്കെ ഇത് ആക്ച്വലി പറയുന്നത് ശരിയാണ്. കാരണം ഇതാണ് ആക്ച്വൽ ഫാക്ട് അല്ലെങ്കിൽ ആക്ച്വൽ നമ്പേഴ്സ്. ഇത് ഞാൻ ട്വിറ്ററിൽ നിന്ന് എടുത്ത ഒരു ഗ്രാഫിക്സ് ആണ്. ഫോർ യുവർ കൺവീനിയൻസ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത്.
കാരണം കുറേ നമ്പർ പറയുമ്പോൾ നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആവും. അത് എന്താ പറഞ്ഞത്, ഓക്കെ ഇതെന്താ, അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രാഫിക്സിനെ ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ പ്രീമിയർ ലീഗ് 2025-2026 ഇപ്പോൾ ഇതുവരെ 3 ഗെയിംസ് കഴിഞ്ഞു. ടോട്ടൽ ഷോട്ട്സ് 55, നമ്മളാണ് ഫ്രണ്ടിൽ. എക്സ്പെക്റ്റഡ് ഗോൾസ് 6.8, 6.8, നമ്മളാണ് ഫ്രണ്ടിൽ. ടച്ചസ് ഇൻ ദ ഒപ്പോസിഷൻ ബോക്സ്, എൻ്റെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും സിഗ്നിഫിക്കൻറ്റും ആയിട്ടുള്ള ഒരു നമ്പറാണിത്. ടച്ചസ് ഇൻ ഒപ്പോസിഷൻ ബോക്സ് 99 ടൈംസ്, അതായത് പെർ ഗെയിം 33 ടൈംസ് നമ്മൾ ഒപ്പോണൻസിന്റെ ബോക്സിനുള്ളിലുണ്ട്. നമ്മൾ കളിച്ചത് ആരൊക്കെയായിട്ടാണ്? ആർസണൽ, ഫുൾഹാം എവേ ആൻഡ് ബേൺലി. ഈ ബേൺലി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി രണ്ടിലും വി വുഡ് ഹാവ് നെവർ ഗോട്ട് 33 ടച്ചസ് പെർ ഗെയിം ലാസ്റ്റ് സീസൺ, അല്ലെങ്കിൽ ലാസ്റ്റ് 2-3 സീസൺസ് ആയിട്ട്. സോ അതൊരു മേജർ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ആണ്. ദെൻ ആക്യുറേറ്റ് ക്രോസസ് പെർ ഗെയിം 6.7, നമ്മളാണ് ഫ്രണ്ടിൽ. ആക്യുറേറ്റ് ലോങ് ബോൾസ് പെർ ഗെയിം 31.7, നമ്മളാണ് ഫ്രണ്ടിൽ. ഇനി ഈ 6 കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും, അല്ലെങ്കിൽ നമ്മൾ 4th നിൽക്കുന്ന എവിടെയാണ്? ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം 4th. സോ നിങ്ങളത് നോക്കൂ. അതായത് നമ്മൾ ടോട്ടൽ ഷോട്ട്സ് 55, എക്സ്പെക്ടഡ് ഗോൾസ് 6.8, 6.8, ടച്ചസ് ഇൻ ദ ഒപ്പോസിഷൻ ബോക്സ് 99, ആക്യുറേറ്റ് ക്രോസസ് 6.7, ആക്യുറേറ്റ് ലോങ് ബോൾസ് 31.7. പക്ഷെ നമ്മുടെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം 5.3. അതായത് വെസ്റ്റ് ഹാമിന്റെ കൂടെ, ഇപ്പോൾ ലീഗിൽ 17 നിൽക്കുന്ന വെസ്റ്റ് ഹാമിന്റെ കൂടെയാണ് നമ്മുടെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം. ഇതിന്ന് എനിക്ക് മനസ്സിലായ സംഭവം, അമോറിയം സിസ്റ്റം വർക്കാവോ അമോറിയം സിസ്റ്റം വർക്കാവില്ലേ, അതൊരു ഫാക്ടർ. അത് 2 കാര്യങ്ങളാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എൻഡ് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ആക്ച്വലി അറിയാവുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിഗ്നിഫിക്കൻ്റ്ലി ഈ സീസണിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ 3 കളികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി അമോറിയമിന്റെ അണ്ടറിൽ. പക്ഷെ ഇപ്പോഴും നമ്മുടെ പ്രശ്നം, നമ്മളാ വരുന്ന ഗോൾസ് ഒന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചാൻസ് ഒന്നും കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ അറ്റാക്കിൽ നമ്മൾ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ സിഗ്നിഫിക്കൻ്റ്ലി അത് ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കാരണം നമ്മൾ അടിച്ച ഗോളുകളും നമ്മൾ ഉണ്ടാക്കിയ ചാൻസസും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയും ചേനും ഡിഫറൻസ് ആണ്. ലൈക്ക് ഇത്രയും ചാൻസോ അല്ലെങ്കിൽ ഇത്രയും ഷോട്ട്സോ ഇത്രയും ടച്ചസ് ഇൻ ദ ഓപ്പോസിഷൻ ബോക്സോ കിട്ടുന്ന ടീം ഒരിക്കലും 5.3 കിട്ടിയാൽ പോരാ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം. അതായത് ചെൽസി 5.3 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആണെങ്കിൽ ചെൽസി അത് 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് പെർ ഗെയിം ആണെങ്കിൽ 5 ആണെങ്കിൽ അത് നമ്മൾ 1 ഗോളാക്കുന്നുള്ളൂ. സോ ദാറ്റ് ഹാസ് ടു ഇംപ്രൂവ്. അത് നമ്മുടെ പ്ലേയേഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. അത് നമുക്ക് ഇനിയിപ്പോൾ അമോറിവിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ആകെ പറയാവുന്നുള്ളത്, ഇനിയിപ്പോൾ ആ ചാൻസ് കൺവേർട്ട് ചെയ്യാനായിട്ട് അമോറിയും ബോട്ട് സ്ട്രൈക്കറായിട്ട് കളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അറ്റാക്കിൽ കളിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അതും കൂടി അയാൾക്ക് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ള അയാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത് കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് എൻ്റെ പോലെ തന്നെ നിങ്ങളും വണ്ടർ അടിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഗെയിംസ് ഇത് പ്രൂവ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ, അതോ നിങ്ങൾ ഇത് ഒരു സ്റ്റാറ്റ്സ് മാത്രമാക്കി അത് വിട്ടേക്കൂ, കാരണം സ്റ്റാറ്റ്സ് ഇത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അധികം ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ ഇതാണ് എൻ്റെ 3rd വീഡിയോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഞാൻ സത്യം ഒരു വണ്ടർ അടിച്ചു ഇത് കണ്ടപ്പോൾ. കാരണം ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല ഈ സംഭവങ്ങൾ പുറത്തു വരുന്നുള്ളത്. ഞാൻ ഇതിനെ കുറിച്ച് അധികം ചെകഞ്ഞെടുക്കുന്ന ആളല്ല ഈ സ്റ്റാറ്റ്സിനെ കുറിച്ചിട്ട്. കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിപ്പോയി. കാരണം നമ്മൾ അടിച്ച ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും സത്യമല്ല ഈ കാണുന്നതൊന്നും. കാരണം nobody can expect these kind of numbers and നമ്മൾ 5.3 ഷോട്ട്സ് പെർ ഗെയിം ഉള്ളു, പക്ഷെ 6.8 ഗോൾസ് പെർ ഗെയിം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 6.8 എക്സ്പെക്ടഡ് ഗോൾസ് ഉണ്ടെങ്കിലും ഐ എം നോട്ട് സേയിങ് നമ്മൾ 6-7 ഗോൾ അടിക്കുന്നുള്ള ഒരു ഗെയിമിൽ ഇറ്റ്സ് നെവർ പോസിബിൾ. അറ്റ്ലീസ്റ്റ് നമ്മൾ 2-3 ഗോൾ അടിക്കണം, അതാണ് ഞാൻ പറയുന്നുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പ്ലീസ് കമന്റ്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Thank you so much, and I hope you enjoyed this video.